ധർമ്മത്തിൻ്റെ മൂർത്തിമത് ഭാവമായിട്ടുള്ള കണ്വ മഹർഷി അവിടെ എത്തിച്ചേർന്ന സമയത്ത് ഈ കിളികൾ കണ്വനോട് അപേക്ഷിക്കുന്നു. എന്ത് മനോഹര നോക്കൂ മഹാഭാരതം. ഈ കണ്വനാണെങ്കിൽ ലോകത്തിലെ സകല ജീവജാലങ്ങളുടെ ഭാഷയും അറിയുന്ന ആളാണ്. കണ്വനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. നമുക്ക് ഇത് സാധ്യമാണ്. നമ്മളിപ്പോൾ ആശ്രമത്തിലെ കല്യാണിയായിട്ട് വളരെ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അതിന് നമ്മളെ നന്നായിട്ട് അറിയാം, നോട്ടം പോലും അറിയാം. അതൊരു അത് സാധിക്കും നമുക്ക്. നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, അത് നിങ്ങളുടെ വീട്ടിലെ ഓരോന്നിനെയും നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാവുമല്ലോ. നിങ്ങളുടെ ചെടികളെ പോലും നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ സാധ്യമാണ്. ഏതായാലും ഈ കിളികൾ പറഞ്ഞു, അങ്ങ് ഇത് വിശ്വാമിത്രൻ്റെ പുത്രിയാണ്, ഇവളെ അങ്ങ് സംരക്ഷിക്കണം. ഇവിടെ ജീവജാലങ്ങളൊക്കെ ഉണ്ട്, ഹിംസ്ര ജന്തുക്കളൊക്കെ ഉണ്ട്. അപ്പൊ കണ്വൻ അത് ഏറ്റെടുത്തു. അങ്ങനെ ഇവരാൽ സംരക്ഷിച്ചതുകൊണ്ട് ഇവരോടുള്ള താത്പര്യവും മുൻനിർത്തിയിട്ടാണ് ശകുന്തള എന്ന പേര് നൽകുന്നത്. അവർ കാട്ടില് കണ്വന്റെ ആശ്രമത്തിൽ എന്താ പറയുക വളർന്നു. അപ്പൊ അവിടേക്കാണ് ദുഷ്യന്തൻ ഇതേപോലെ നായാടി വരുന്നത്. കണ്വന്റെ ആശ്രമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മൂപ്പര് അവിടെ മഹാഭാരതത്തിൽ പറയുന്നുണ്ട്, കുറേ വിളിക്കും ഉച്ചത്തിലൊക്കെ, ആരുല്യ ഇവിടെ എന്നൊക്കെ. അപ്പോഴാണ് ശകുന്തള പുറത്തിറങ്ങി വന്ന് വളരെ ആതിഥ്യ മര്യാദയിൽ ഉപചാരങ്ങളൊക്കെ ചെയ്ത് അവരോട് ചോദിക്കുന്നത് ഏതാണ്. അപ്പൊ ഇദ്ദേഹത്തിന് ഇവരെ കണ്ടപ്പം ഇതുപോലെ അനുരാഗ വിലോചനായി. പക്ഷെ മൂപ്പര് കുറെ കാര്യങ്ങൾ പറഞ്ഞു. മൂപ്പര് പറഞ്ഞു, ഞാൻ ഒരു സ്ത്രീ